ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന്റെ പോസ്റ്റിനകത്ത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു ജോഗ്രഫി, അല്ലെ? പക്ഷെ ഈ 7ാമത്തെ ചോദ്യത്തിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരാൾ എന്നോട് ചോദിച്ചു, മെസ്സേജ് അയച്ച് ചോദിച്ചു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, പൂർവ്വഘട്ടത്തിലെ അഥവാ ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ്. അപ്പൊ ഈസ്റ്റേൺ ഘട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ജിന്ദാഗഡ്ഡയാണ്. അത് ശരിയാണ് ആള് ചോദിച്ചത്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ട് ആ ഒരു കൂട്ടത്തിൽ എന്തില്ല, ഈ ഓപ്ഷൻ ഇല്ല. ജിന്ദാഗഡ്ഡ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ ഇതിനു മുന്നേ ഇതിപ്പോഴാണ് ജിന്ദാഗഡ്ഡ, ആന്ധ്രാപ്രദേശിലെ അരുക്ക് താഴ്വരയിൽ കാണപ്പെടുന്ന ജിന്ദാഗഡ്ഡയാണ് ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഇപ്പോഴാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ആരായിരുന്നു? മഹേന്ദ്രഗിരി ആയിരുന്നു. അപ്പൊ നമുക്ക് ഓപ്ഷനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ മഹേന്ദ്രഗിരി തന്നെയാണ്. അപ്പൊ നിലവിലത്തെ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ശരിയാണ്, ജിന്ദാഗഡ്ഡ തന്നെയാണ്. ഓക്കെ ആണല്ലോ. 1690 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പുതിയ പഠനങ്ങൾ വഴിയാണ് ജിന്ദാഗഡ്ഡ ആന്ധ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അരുക്ക് താഴ്വരയുടെ താഴെയാണ്. അപ്പൊ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പഴയ നോക്കുവാണെങ്കിൽ അത് മഹേന്ദ്രഗിരി കുന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ തന്നെയാണിത്. ഡെക്കാൻ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് 10ാം ക്ലാസ്സിലെ ഏറ്റവും പുതിയ SCERT പുസ്തകം വെച്ചിട്ട് ഈ ഒരു ഏരിയ കൃത്യമായിട്ടൊന്ന് നോക്കാം. കാരണം ഇനിയും ഈ ചോദ്യം വരും, ഈ ചോദ്യം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരും. അപ്പൊ ഇതാണ് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ, ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന പാഠത്തിനകത്താണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ നോക്കിക്കോളൂ, എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് നോക്കിക്കേ. ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ചുറ്റുപാടുകളെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഉയരമുണ്ട്, എന്നാൽ നിരപ്പാണ്, അതിവിശാലമായ ഉപരിതലമുണ്ട്. അങ്ങനെയുള്ള ഭൂപ്രദേശമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സ്ഥാനം വെച്ച്, അതായത് എവിടേക്കാണ് ഈ പീഠഭൂമി ഉള്ളത് എന്ന് വെച്ചിട്ട് 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമി, ചുറ്റും പർവ്വതങ്ങൾ, അതിന് നടുക്കായിട്ട് കിടക്കുന്ന പീഠഭൂമികൾ. ദെൻ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളുണ്ട്. പിന്നെ വൻകര പീഠഭൂമികളുണ്ട്. ഇങ്ങനെ 3 രീതിയിലുള്ള പീഠഭൂമികളാണ് നമുക്കുള്ളത്. അപ്പൊ പീഠഭൂമി എന്താണെന്ന് മനസ്സിലായല്ലോ. ഉയരത്തിൽ കിടക്കുന്ന, ചുറ്റുപാടുകളിൽ നിന്ന് ഉയരത്തിൽ കിടക്കുന്ന ഉപരിതലത്തിനോട് കൂടിയിട്ട്, അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയിട്ട് ഏറെക്കുറെ നിരപ്പാണ്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പീഠഭൂമിയുടെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പർവ്വത നിരകളുണ്ട്. ബാക്കി കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഓരോ മീറ്റർ ഉയരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത്ര തൊട്ട് ഇത്ര മീറ്റർ വരെ ഉയരം എന്നുള്ള രീതിയിൽ പീഠഭൂമി പറയുമ്പോൾ ഈ ഇത്ര ഏരിയയിലാണ് നമുക്കറിയാം പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. നോക്കിക്കേ, പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് എന്താണ്? പശ്ചിമഘട്ടം, കിഴക്കാണ് പൂർവ്വഘട്ടം. ഇത് രണ്ടും അരികുകളാക്കി വെച്ചുകൊണ്ട് ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഒരു പീഠഭൂമി ഉണ്ടല്ലോ, അതിന്റെ സ്ഥാനമാണ് പ്രധാനമായിട്ടും രണ്ടായിട്ട്, അതായത് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും തിരിക്കാറുണ്ട്. ഇതിനകത്ത് ഈ ഡെക്കാൻ പീഠഭൂമിക്കകത്താണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പഠിക്കുന്നത്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഒക്കെ പഠിക്കുന്നത്. ഈ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും. ഈ വെസ്റ്റേൺ ഘട്ടം എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇതാണ് വെസ്റ്റേൺ ഘട്ട്. ഇവിടെ തൊട്ടാണ് ഈസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത്. കിഴക്ക് ഭാഗം ഈസ്റ്റേൺ ഘട്ടും ഇപ്പുറത്ത് വെസ്റ്റേൺ ഘട്ടുമാണ്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയ്ക്കായിട്ട് സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ട് അതുപോലെ തന്നെ മറ്റൊരു പോയിന്റും കൂടെ പറയുന്നുണ്ടല്ലോ. എന്താ പോയിന്റ് പറയുന്നത്? നമ്മുടെ സത്പുര പർവ്വതത്തിന് തെക്ക്, സത്പുര പർവ്വതത്തിന് തെക്കു ഭാഗം, ഇതാണ് സത്പുര പർവ്വതം. ഇതിന് തെക്കോട്ടുള്ള ഈ ഒരു ഏരിയയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇവിടെ വെസ്റ്റേൺ ഘട്ട്, ഇവിടെ ഈസ്റ്റേൺ ഘട്ട്, ഇവിടെ സത്പുര മലനിരകളുണ്ട്.
മൈക്കല മലനിരകളുണ്ട്. മഹാദിയോ കുന്നുകൾക്കും ഇടയ്ക്കായിട്ട്. അപ്പൊ വടക്കു ഭാഗത്ത് ഈ കുന്നുകൾ മലനിരകളും അതുപോലെ ഈ സൈഡിലായിട്ട് വെസ്റ്റേൺ ഘട്ട്, ഈ സൈഡിലായിട്ട് ഈസ്റ്റേൺ ഘട്ട്, ഇതിന്റെ നടുക്കാണ് ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. നമുക്കറിയാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പലരൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറു ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. വടക്ക് പടിഞ്ഞാറു ഭാഗം, ഈ ഒരു ഏരിയ, ഇതിന്റെ വടക്ക് പടിഞ്ഞാറു ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നത്. അത് ബസാൾട്ട് കേട്ടോ, ബസാൾട്ട് കൊണ്ട് രൂപീകൃതമായിരിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. റിഗർ മണ്ണ് എന്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? പരുത്തി കൃഷിക്ക്, അല്ലെ? അതുകൊണ്ട് മറ്റൊരു പേരെന്താ? കറുത്ത പരുത്തി മണ്ണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. റിഗർ സോയില് അറിയപ്പെടുന്ന പേരെന്താണ്? കറുത്ത പരുത്തി മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുമ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളിലായിട്ട് പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു, അല്ലെ? ഈ ഡെക്കാൻ പീഠഭൂമി നടുക്ക് കിടന്നുകൊണ്ട് ഇപ്പുറത്തോട്ട് പശ്ചിമഘട്ടവും ഇപ്പുറത്ത് പൂർവഘട്ടവും സ്ഥിതി ചെയ്യുന്നുണ്ട്, കിഴക്കും പടിഞ്ഞാറുമായിട്ട്. ഇനി നോക്കിക്കേ, കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതം, അല്ലെ? കേരളത്തിലെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാലാവസ്ഥയെ, ജൈവവൈവിധ്യത്തെ, ജനജീവിതത്തെ ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് സഹ്യപർവ്വത നിര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് വെസ്റ്റേൺ ഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത്. സഹ്യപർവ്വതം എന്ന് പറയുമെങ്കിലും എവിടം തൊട്ട് എവിടം വരെയാണ്? തെക്ക് കന്യാകുമാരി, വടക്ക് ഗുജറാത്ത് വരെയാണ്. ഏകദേശം 1600 കിലോമീറ്റർ ആണ് ഈ മലനിരക്ക് നീളം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഘട്ട്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിര്. അതുപോലെ വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരും. അത് ചോദിച്ചിട്ടുണ്ട്. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ, അതായത് വടക്ക് ഹൈറ്റ് കുറവാണ്, തെക്കോട്ട് വരും തോറും, നമ്മുടെ ആ താഴോട്ട് വരും തോറും, ഗുജറാത്തിൽ നിന്ന് താഴോട്ട് വരും തോറുമാണ് ഇതിന്റെ ഉയരം കൂടിക്കൂടി വരുന്നത്. അപ്പം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഓപ്ഷൻ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു ആനമുടി, അല്ലെ? അത് പൂർവ്വഘട്ടത്തിലല്ല, എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും ആനമുടിയാണ്. ഓക്കെ, ഏകദേശം 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആനമുടി തെറ്റിക്കരുത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. എന്നാൽ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. ആൻസർ ആയിട്ട് ജിന്ദാഗഡ. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് 2695 ആണ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 1690 മീറ്റർ ആണ്. നേരത്തെ ഇത് മഹേന്ദ്രഗിരി കുന്നായിരുന്നു ഏറ്റവും ഉയരം കൂടിയത്. ഇപ്പോഴാണിത് എന്തായിട്ട് വന്നിരിക്കുന്നത്? ഏറ്റവും ഉയരം കൂടിയ ഈസ്റ്റേൺ ഘട്ടിലെ കുന്നായിട്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കിക്കേ, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് എന്ത് വിളിക്കും? നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ ഇതിനെ സഹ്യാദ്രി എന്നും വിളിക്കും. കേരളത്തിൽ ആനമല, ഏലമല കുന്നുകൾ താണ്ടി എന്നൊക്കെ പറയും, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് നീലഗിരി. മഹാരാഷ്ട്രയിലെ പേരാണ് സഹ്യാദ്രി. തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബെഡ ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ്. ഇനി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഇതാണ് ദോഡാബെഡ. തമിഴ്നാട് 2637 മീറ്റർ ആണ് നീളം. അപ്പം നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് ചോദിച്ചാൽ ദോഡാബെഡയാണ്. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈറ്റ് എത്രയാണ്? 2637 ആണ്.
അപ്പൊ ഇതൊന്നും തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, ഇനിയും ചോദിക്കാം. ഇനി ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളെയും പിറവി കൊള്ളുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഇനി നോക്കിക്കേ, ജാവടിക്കുന്ന്, പാൽകൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം എവിടെയാണ്? ഇപ്പുറത്തെ സൈഡിലാണ്, ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാൽകൊണ്ടമല, നല്ലമല, ജാവടിക്കുന്ന്, മഹേന്ദ്രഗിരി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ സൈഡിലാണ്, ഈസ്റ്റേൺ സൈഡിലാണ്. ദക്കാൻ പീഠഭൂമിയുടെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ചിട്ട് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരകളാണ് ഈസ്റ്റേൺ ഘട്ടം അഥവാ പൂർവഘട്ടം. ഒഡീഷയിലെ മഹാനദീ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് ഈസ്റ്റേൺ ഘട്ടം. മറ്റേത് അവിടെ എത്ര മീറ്റർ ഉണ്ടായിരുന്നു? 1600 കിലോമീറ്റർ എങ്കിലും ഉണ്ട് വെസ്റ്റേൺ ഘട്ടെങ്കിൽ. ഇത് 800 കിലോമീറ്ററേ ഉള്ളൂ. മറ്റേത് കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെ ആണെങ്കിൽ ഇത് ഒഡീഷയുടെ മഹാനദീ തടം തൊട്ട് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെയാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടം പൂർവഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണെന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സിനകത്ത് നിന്നും നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞതെല്ലാം തന്നെ. ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പശ്ചിമഘട്ടം പൂർവഘട്ടം എവിടെയായതുള്ളതെന്നാ പറഞ്ഞത്? പീഠഭൂമി, അതായത് ഡക്കാൻ പീഠഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും. ഇതിനകത്ത് പശ്ചിമഘട്ടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഘട്ട് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, UPSCക്കും ചോദിച്ചത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള. അതായത് ഏകദേശം 6 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഇനി പശ്ചിമഘട്ടത്തിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ മാസം 1-നാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആനമുടിയെ പറ്റിയിട്ട് ഇനിയും പറയണ്ടല്ലോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരുന്ന കൊടുമുടിയാണ് ആനമുടി. അതുപോലെ ആനമുടിയുടെ ഉയരം ചോദിച്ചിട്ടുണ്ട്, 2695. ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? ഒന്ന് താൽഘട്ട് ചുരം. താൽഘട്ട് ചുരം മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താൽഘട്ട് ചുരം. ബോർഘട്ട് ചുരം, ബോർഘട്ട്, അത് മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പിന്നെ പാലക്കാട് ചുരം. പാലക്കാട് ചുരം കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ പൂർവ്വഘട്ടത്തെ പറ്റി പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്നതാണ് ഈസ്റ്റേൺ ഘട്ട്. അതുപോലെ മഹാനദി താഴ്വര, അതായത് ഒഡീഷ മുതൽ നീലഗിരിയുടെ തെക്ക് വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് ഈസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും സംഗമിപ്പിക്കുന്ന രേഖ ഏതാണ്? നീലഗിരി കുന്നുകളാണ്. അതുപോലെ മഹേന്ദ്രഗിരി, ഷെവ്രോയ്, ജാവടി കുന്നുകള്, നല്ലമല, പാൽകൊണ്ടമല ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഘട്ടിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ഓർക്കുക. പിന്നെ ഈ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവയെല്ലാം തന്നെ ഒഴുകുന്നത് പൂർവ്വഘട്ടത്തിലൂടെയാണെന്നൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇത് തന്നെ വരൂ, കാരണം ജിന്ദാഗഢ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.